നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KT ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ജലീലിന്റെ രാജി ബന്ധു നിയമനം സംബന്ധിച്ച വിവാദം ആളിക്കത്തുന്നതിനിടെ രാജിക്കത്ത് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കൈമാറിയതായി ജലീൽ. ലോകായുക്ത വിധിക്കെതിരെ ജലീൽ സമർപ്പിച്ച ഹർജി അടുത്ത ദിവസം പരിഗണിക്കും. ജലീൽ വേട്ടയ്ക്ക് തൽക്കാലം ശമനമാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നതായി ജലീൽ. റമദാൻ വ്രതത്തിന് സമാരംഭം. വിശ്വാസികൾക്ക് ഇനി ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും രാപ്പകലുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വരവറിയിച്ച് വിഷു പടിവാതിൽക്കലെത്തി. സ്പീക്കർ ആത്മഹത്യ ശ്രമിച്ചെന്ന വ്യാജവാർത്തയിൽ ക്രൈം നന്ദകുമാറിനെതിരെ മാനനഷ്ട കേസ്. P. രാമകൃഷ്ണൻ നോട്ടീസ് അയച്ചത് അഡ്വക്കേറ്റ് TK സുരേഷ് മുഖേന. ക്രൈം സ്റ്റോറിയിലൂടെയും ഓൺലൈൻ മാധ്യമത്തിലൂടെയുമാണ് അപവാദ പ്രചരണം നടത്തിയത്. അപകടാവസ്ഥയിലുള്ള ചിത്രസാഗർ തിയേറ്ററിന്റെ കെട്ടിടഭാഗം പ്രതിഷേധങ്ങൾക്കൊടുവിൽ പൊളിച്ചു നീക്കി. കെട്ടിടഭാഗത്തിന്റെ അപകടാവസ്ഥ TCV നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദിനംപ്രതി കുതിച്ചുയരുന്ന കോവിഡ് കണക്കുകൾ. 7515 പുതിയ രോഗികൾ. 24 മണിക്കൂറിന്റെ പരിശോധിച്ചത് 73,441 സാമ്പിളുകൾ. 20 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ജില്ലയിൽ 633 പേർക്ക് പുതുതായി രോഗം. 263 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. വിവാദം ആളിക്കത്തുന്നതിനിടെ KT ജലീൽ മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കൈമാറിയതായി KT ജലീൽ അറിയിച്ചു. ബന്ധു നിയമനം സംബന്ധിച്ച ലോകായുക്ത വിധിക്കെതിരെ ജലീൽ സമർപ്പിച്ച ഹർജി അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കെയാണ് രാജി. സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിൽ ബന്ധുവിനെ നിയമിച്ചത് ചട്ടങ്ങൾ മറികടന്നാണെന്ന ലോകായുക്ത വിധിക്ക് പിന്നാലെയാണ് ഡോക്ടർ KT ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. മുഖ്യമന്ത്രിക്ക് ജലീൽ രാജിക്കത്ത് നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി. ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി KT ആബിദിനെ നിയമിച്ചത് നിയമവിരുദ്ധമാണെന്നാണ് കഴിഞ്ഞ ദിവസം ലോകായുക്ത വിധിച്ചിരുന്നു. ബന്ധുവായ ആബിദിനെ നിയമിക്കാൻ ജലീൽ വഴിവിട്ട് ഇടപെട്ടെന്നും യോഗ്യതയിൽ തിരുത്തൽ വരുത്തിയെന്നുമായിരുന്നു ലോകായുക്തയുടെ കണ്ടെത്തൽ. മന്ത്രിയായി തുടരാൻ ജലീലിന് അർഹതയില്ലെന്നും ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഉപലോകായുക്ത ഹറൂൺ അൽ റഷീദ് എന്നിവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇത് ചോദ്യം ചെയ്ത ജലീൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹർജി അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കെയാണ് ജലീൽ അപ്രതീക്ഷിതമായി രാജിവെച്ചത്. ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ലോകായുക്ത നിയമം അനുസരിച്ചുള്ള അന്വേഷണം നടത്താതെ നൽകിയ റിപ്പോർട്ട് നിയമപരമെന്നാണ് ഹർജിയിൽ പറയുന്നത്. ലോകായുക്തയിൽ ലഭിക്കുന്ന പരാതിയിൽ ഉചിതമായ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കണമെന്നാണ് വ്യവസ്ഥ. ലംഘിക്കപ്പെട്ടു. പരാതി നിലനിൽക്കുമോ എന്ന് മാത്രമാണ് ലോകായുക്ത പരിശോധിച്ചത്. നിയമാനുസൃതമായ അന്വേഷണം ആവശ്യമാണ്. സമാന പരാതി നേരത്തെ ഹൈക്കോടതിയും ഗവർണറും നിരസിച്ചിരുന്നു. പിന്നോക്ക വിഭാഗ ഫിനാൻസ് കോർപ്പറേഷനിലെ നിയമനങ്ങൾ ലോകായുക്തയുടെ പരിധിയിൽ വരില്ലെന്ന കാര്യവും പരിഗണിക്കപ്പെട്ടില്ല. നിയമനത്തിന് പ്രത്യേക ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടില്ലാത്തതിനാൽ ചട്ടലംഘനം ഉണ്ടായതായി പറയാനാവില്ലെന്ന അഡ്വക്കേറ്റ് PC ശശിധരൻ മുഖേന സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടിയും ഹർജിക്കാരനെതിരായ പരാമർശങ്ങളും റദ്ദാക്കണമെന്നാണ് ആവശ്യം. ജലീൽ വേട്ടയ്ക്ക് തൽക്കാലം അവസാനമാകുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നതായി KT ജലീൽ. തന്റെ രക്തം ഊറ്റിക്കുടിക്കാൻ വെമ്പുന്നവർക്ക് തൽക്കാലം ആശ്വസിക്കാമെന്നും ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കട്ടിട്ടോ അഴിമതി നടത്തിയിട്ടോ അല്ല രാജിവെക്കുന്നത്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് തന്റെ രാജിയെന്നും ജലീൽ വ്യക്തമാക്കി. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയ ശേഷം അക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് ജലീൽ തന്റെ രാജിയെക്കുറിച്ചും സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് നെടുനീളൻ കുറിപ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. 2 വർഷമായി നീതീകരണമില്ലാത്ത മാധ്യമവേട്ടയ്ക്കിരയാകുന്ന പൊതുപ്രവർത്തകനാണ് താനെന്ന് പറഞ്ഞാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. കട്ടതിന്റെ പേരിലോ അഴിമതി നടത്തിയതിന്റെ പേരിലോ നയാ പൈസയുടെ അവിഹിത സമ്പാദ്യം ഉണ്ടാക്കിയതിന്റെ പേരിലോ അന്യന്റെ 10 പൈസ അന്യായമായി വയറ്റിലാക്കിയതിന്റെ പേരിലോ പൊതുഖജനാവിന് 1 രൂപ നഷ്ടം വരുത്തിയതിന്റെ പേരിലോ അല്ല തന്റെ രാജിയെന്ന് ജലീൽ കുറിച്ചു. ആർഭാട ജീവിതം നയിച്ചതിന്റെ പേരിലോ കള്ളപ്പണം സൂക്ഷിച്ചതിന്റെ പേരിലോ ഇഞ്ചി കൃഷി നടത്തി ധനസമ്പാദനം നടത്തിയതിന്റെ പേരിലോ ആരുടെയെങ്കിലും ഓശാരം പറ്റി വീടും കാറും മറ്റു സൗകര്യങ്ങളും അനുഭവിച്ചതിന്റെ പേരിലോ ദേശദ്രോഹ പ്രവർത്തനം നടത്തിയതിന്റെ പേരിലോ തൊഴിൽ നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ഡൽഹിയിൽ കൊണ്ടുപോയി ആരെയെങ്കിലും ചൂഷണം ചെയ്തതിന്റെ പേരിലോ സുനാമി, ഗുജറാത്ത്, കത്വ, പ്രളയ ഫണ്ടുകൾ പിരിച്ചു മുക്കിയതിന്റെ പേരിലോ അല്ല വേട്ടയാടലുകളെന്നും കുറിപ്പിൽ പറയുന്നു. ലീഗും കോൺഗ്രസും മാധ്യമ സിൻഡിക്കേറ്റും തൊടുത്തുവിട്ട ശരവ്യൂഹം ഫലിക്കാതെ വന്നപ്പോൾ ഉണ്ടായ ജാള്യം മറച്ചുവെക്കാൻ കച്ചിത്തുരുമ്പ് നേടി നടന്നവർക്ക് സക്കറാത്തിന്റെ ഹാലിൽ കിട്ടിയ ഒരേയൊരു പിടിവള്ളിയായിരുന്നു ലോകായുക്ത വിധി. അതുവെച്ചാണ് തൃശൂർ പൂരത്തെ വെല്ലുന്ന വെടിക്കെട്ടുകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രസ്തുത വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യത്തിലാണ് ഇതു സംബന്ധമായ വിഷയത്തിലെ വിധിക്ക് കാത്തുനിൽക്കാതെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയതെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ജലീൽ വേട്ടയ്ക്ക് തൽക്കാലത്തേക്കെങ്കിലും ഇതോടെ ശമനമാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നും ജലീൽ വ്യക്തമാക്കുന്നു. വലതുപക്ഷവും മാധ്യമപ്പടയും ഉൾപ്പെടെ അങ്കത്തട്ടിൽ നിലയുറപ്പിച്ച ഇടതുപക്ഷ വിരുദ്ധ മഹാസഖ്യത്തിന് തന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, തോൽപ്പിക്കാൻ കഴിയില്ല. ഇവിടെ തന്നെയുണ്ടാകും നല്ല ഉറപ്പോടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്.
റമദാൻ വ്രതത്തിന് സമാരംഭം. വിശ്വാസികൾക്ക് ഇനി ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും രാപ്പകലുകൾ. പുണ്യദിനങ്ങൾ ആത്മീയ ചൈതന്യത്താൽ ധന്യമാക്കാൻ മനസ്സും ശരീരവും സജ്ജമായി. പള്ളികളും വീടുകളും റമദാനെ വരവേൽക്കാൻ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. പകൽ സമയം മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന വിശ്വാസി വാക്കും പ്രവൃത്തിയും മനസ്സും മോശമായ പ്രവൃത്തികളിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ മാത്രമാണ് റമദാൻ വ്രതം പൂർണ്ണമാകുന്നത്. ആത്മസംസ്കരണത്തിൻ്റെയും പുണ്യങ്ങളുടെയും പൂക്കാലമായാണ് ഇസ്ലാം വിശ്വാസികൾ റമദാൻ വ്രത കാലയളവിനെ കാണുന്നത്. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ പള്ളികളിലും വീടുകളിലും ആരാധനയിൽ മുഴുകും. അറിഞ്ഞോ അറിയാതെയോ ഒരാൾ ചെയ്ത തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അവയിൽ നിന്നുള്ള പാപമോചനം തേടുന്ന മാസം കൂടിയാണ് റമദാൻ. ആത്മീയതയിൽ സ്ഫുടം ചെയ്തെടുത്ത് ഒരു മാസക്കാലം കൊണ്ട് ഏതൊരു വിശ്വാസിയും പുതിയൊരു മനുഷ്യനായി മാറിയിരിക്കും. അതാണ് റമദാൻ വ്രതത്തിന്റെ പൂർണ്ണത. അറബിക് കലണ്ടർ പ്രകാരം ഹിജ്റ വർഷത്തിലെ 9ാമത്തെ മാസമാണ് റമദാൻ. ഖുർആൻ അവതരിക്കപ്പെട്ടതും റമദാൻ മാസത്തിൽ തന്നെയായിരുന്നു എന്നതുകൊണ്ട് ഈ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് അത്രമേൽ പുണ്യമാക്കപ്പെട്ട കാര്യമാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവ് ഏതെന്ന് പറയുന്നില്ലെങ്കിലും റമദാനിലെ ഒരു രാവ് 1000 രാവുകളേക്കാൾ മഹത്വമുള്ളതായി ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നു. ഈ രാവിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതും. ഈ ദിവസത്തെയാണ് ലൈലത്തുൽ ഖദർ അഥവാ വിധി നിർണയത്തിന്റെ രാവ് എന്നറിയപ്പെടുന്നത്. ഏതു രാവിലാണ് ലൈലത്തുൽ ഖദർ എന്നറിയില്ലെങ്കിലും 20ാമത്തെ വ്രതം മുതൽ എല്ലാ രാവും ലൈലത്തുൽ ഖദറായാണ് വിശ്വാസി കണക്കാക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഭക്തിയുടെ പാരമ്യത്തിലായിരിക്കും ഓരോ വിശ്വാസിയും. ഖുർആൻ പാരായണം വർദ്ധിപ്പിച്ചും കൂടുതൽ നമസ്കാരം നിർവഹിച്ചും വിശ്വാസികൾ പള്ളികളിൽ കഴിച്ചുകൂട്ടും. റമദാൻ മാസത്തെ 3 ഘട്ടങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. ആദ്യ 10 ദിവസം ദൈവകാരുണ്യത്തിൻ്റെയും രണ്ടാമത്തെ 10 ദിവസം പാപമോചനത്തിൻ്റെതും ഏറ്റവും ഒടുവിലത്തെ 10 ദിവസം നരകമുക്തിയുടെ ദിനങ്ങളായും വിശ്വാസികൾ കരുതപ്പെട്ടു പോരുന്നു. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വരവറിയിച്ച് വിഷു പടിവാതിൽക്കലെത്തി. വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. പുതുപുത്തൻ ഇനങ്ങളുമായി പടക്ക വിപണിയും സജീവമായി. കാർഷിക സമൃദ്ധിയുടെ ഉണർത്തുപാട്ടായി ഒരു വിഷുക്കാലം കൂടി. വിഷുപ്പുലരിയിലെ കണിയൊരുക്കത്തിന് കണിക്കൊന്നയും കണിവെള്ളരിയും കൃഷി വിഭവങ്ങളുമായി പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞു. നിലവിളക്കിന്റെ വെളിച്ചത്തിൽ കണ്ണനയെന്ന പോലെ കണിക്കൊന്നയുടെ പൊൻപ്രഭയും മറ്റു കണിസാമഗ്രികളും കൺനിറയെ കണ്ടാണ് മലയാളികൾ ഐശ്വര്യത്തിന്റെ നാളിലേക്ക് കടക്കുന്നത്. വീടുകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം വിഷുക്കണിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വിഷുവിൽ പ്രതീക്ഷയർപ്പിച്ച് വിപണിയും ഇത്തവണ സജീവമാണ്. വിഷുക്കണിക്കായി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ കണിവെള്ളരി ഉൾപ്പെടെ വിപണിയിൽ സ്റ്റോക്ക് എത്തിച്ചിരിക്കുകയാണ് വ്യാപാരികൾ. പ്രതീക്ഷയുടെ വിഷുവായി പടക്ക വിപണിയും സജീവമാണ്. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഇനിയും കരകയറാൻ കഴിഞ്ഞിട്ടില്ലെന്നിരിക്കെയാണ് ഒരു വിഷുക്കാലം കൂടി എത്തുന്നത്. ഏറെ പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. നിറഞ്ഞു കത്തുന്ന നിലവിളക്കിനൊപ്പം ഐശ്വര്യത്തിന്റെ കാഴ്ചയായി കൊന്നപ്പൂക്കളും കോടിമുണ്ടും അഷ്ടമംഗല്യവും വാൽക്കണ്ണാടിയും എല്ലാറ്റിലുമുപരി സമ്പന്നമായൊരു കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലായി കണിവെള്ളരിയും ചക്കയും മാങ്ങയും മറ്റു ഫലങ്ങളുമൊക്കെ ഉണ്ടാകും കണിത്താലത്തിൽ. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൈനീട്ടത്തിന്റെ സമയമാണ്. കുടുംബത്തിലെ കാരണവർ നൽകുന്ന കൈനീട്ടവും സമ്പൽ സമൃദ്ധിയുടെ നല്ല നാളുകൾക്കായുള്ള തുടക്കമാണ്. ഓരോ വിഷുവും മലയാളികൾക്ക് കോടിമുണ്ട് പോലെ പുത്തനാണ്. ലോകത്തെ നടുക്കിയ കോവിഡിന്റെ ദുരന്തമുഖത്തും മലയാളി പാരമ്പര്യ നന്മകളുടെ തെളിഞ്ഞ മനസ്സോടെയാണ് ഈ വിഷുവും ആഘോഷിക്കുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള ആത്മബലത്തിന്റെ അനുഭവ സാക്ഷ്യം കൂടിയാണ് മലയാളിക്ക് വിശുദ്ധിയുടെ ഈ ദിനം. പ്രതിസന്ധികളിൽ തളരാതെ പ്രതീക്ഷയുടെ വിഷുക്കണിയൊരുക്കി എല്ലാം ശുഭകരമാകുന്ന നാളേക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന വ്യാജ വാർത്തയ്ക്കെതിരെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ക്രൈംസ് നന്ദകുമാറിന് മാനനഷ്ടത്തിലേക്ക് നോട്ടീസ് അയച്ചു. അഡ്വക്കേറ്റ് ടി കെ സുരേഷ് മുഖേനയാണ് ശ്രീരാമകൃഷ്ണൻ വക്കീൽ നോട്ടീസ് അയച്ചത്. ക്രൈം സ്റ്റോറിയിലൂടെയും ഓൺലൈൻ മാധ്യമത്തിലൂടെയുമാണ് അപവാദ പ്രചരണം നടത്തിയത്.
സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ആത്മഹത്യ ചെയ്തെന്ന തരത്തിൽ ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമായ ക്രൈം സ്റ്റോറിയിലും ഓൺലൈൻ മാധ്യമത്തിലും നൽകിയ വ്യാജ വാർത്തക്കെതിരെയാണ് ശ്രീരാമകൃഷ്ണൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അപവാദ പ്രചരണം നടത്തിയതിന് അഡ്വക്കേറ്റ് ടി കെ സുരേഷ് മുഖേനയാണ് മാനനഷ്ടത്തിന് നോട്ടീസ് നൽകിയത്. അപവാദ പ്രചരണം പിൻവലിച്ച മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നോട്ടീസിൽ പറയുന്നു. നോട്ടീസ് കിട്ടിയ 7 ദിവസത്തിനുള്ളിൽ സ്പീക്കർക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ ലേഖനവും വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ച് നിരപരാധികം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കും എന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട കസ്റ്റംസ് ചോദ്യം ചെയ്യാനിരിക്കെ സ്പീക്കർ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നായിരുന്നു വ്യാജ പ്രചരണം. അമിതമായി ഉറക്ക ഗുളികകൾ കഴിച്ചായിരുന്നു സ്പീക്കറിന്റെ ആത്മഹത്യാ ശ്രമമെന്നും വ്യാജ വാർത്തയിൽ പറഞ്ഞിരുന്നു. നേരത്തെ ഇത്തരത്തിൽ വാർത്ത നടന്ന ഉടനെ തന്നെ സ്പീക്കർ വിശദീകരണവുമായി സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വിഷു കോവിഡിൽ നനഞ്ഞുപോയതിൻ്റെ സങ്കടം ഇത്തവണ ചിരിയായി മാറുമെന്ന പ്രതീക്ഷയിലാണ് പടക്ക കച്ചവടക്കാർ. വിഷുവിലും തുടർന്നു വരുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിലും പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് വിപണി. വ്യത്യസ്തമായ ഐറ്റങ്ങളാണ് ഇത്തവണത്തെ പടക്ക വിപണിയിലെ പ്രത്യേകത. കഴിഞ്ഞ വിഷുക്കാലത്ത് സ്റ്റോക്ക് ചെയ്ത പടക്കം ലോക്ക്ഡൌണിൽ പെട്ടിയിലായപ്പോൾ തളർന്നത് മേഖലയിലെ ആയിരങ്ങളാണ്. പതിയെ ഉണരാൻ ശ്രമിച്ച പടക്ക വ്യാപാരികൾക്ക് ക്രിസ്തുമസും പുതുവത്സര വിപണിയും നിരാശ സമ്മാനിച്ചു. എല്ലാ സങ്കടവും അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ വിഷു വരുന്നത്. ഈ സീസണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത്തവണയും വിപണിയിലെ താരം ചൈനീസ് ഐറ്റംസുകളാണ്. 5 രൂപ മുതൽ 4200 രൂപ വരെയാണ് വില. അതേസമയം വിവിധ വർണ്ണത്തിലുള്ള മേശപ്പൂക്കൾ തന്നെയാണ് പ്രധാന ആകർഷണമെന്ന് പടക്ക കച്ചവടക്കാർ പറയുന്നു. ഇപ്പോഴും അതിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. എങ്കിലും കൂടി നാട്ടുകാർക്ക് ജനങ്ങൾക്കൊക്കെ പടക്കം വിഷു ആഘോഷിക്കണം എന്നൊരു ചെറിയൊരു തീരുമാനത്തിലാണ്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം 2 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഒഴുക്കൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. എങ്കിലും കൂടി ഇന്നൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരൽ തുടങ്ങിയിട്ടുണ്ട്. നാളെ ഇതും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി പുതിയ ചൈനീസ് ഐറ്റംസ്, പടക്കങ്ങൾ, കമ്പിത്തിരികൾ, വെറൈറ്റി ചൈനീസ് സാധനങ്ങളൊക്കെ ഇവിടെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഉയരത്തിൽ പൊങ്ങുന്ന 120 രൂപ വിലയുള്ള മേശപ്പൂവ് തന്നെയാണ് ഇത്തവണത്തെ താരം. ചക്രം, കമ്പിത്തിരി, മത്താപ്പൂ, റോക്കറ്റ് മുതലായവയാണ് കുട്ടികൾക്കൊപ്പം എത്തുന്നവർ തെരഞ്ഞെടുക്കുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു. അതേസമയം വലിയ ശബ്ദത്തിൽ പൊട്ടുന്ന പടക്കങ്ങൾക്കാണ് യുവാക്കൾക്ക് താല്പര്യം. പാറയിൽ ഫസലുവിൻ്റെ മഴവില്ല് പ്രകാശനം ചെയ്തു. തിരു പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ തിരു ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി പി അബ്ദുറഹ്മാൻ പ്രഹേളിക പത്രാധിപർ ബഷീർ പുത്തൻ വീട്ടിൽ നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. പാറയിൽ ഫസലുവിൻ്റെ മഴവില്ല് പുസ്തകത്തിന്റെ പ്രകാശനം തിരു പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ തിരു ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി പി അബ്ദുറഹ്മാൻ പ്രഹേളിക പത്രാധിപർ ബഷീർ പുത്തൻ വീട്ടിൽ നൽകി നിർവഹിച്ചു. തിരൂർക്കാർക്ക് ഒരു മാതൃക പുരുഷനാണ്. തൻ്റെ കലയും തൻ്റെ സാഹിത്യവും തൻ്റെ വരയും എല്ലാം തന്നെ സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട് ഒരു ഒറ്റയാൾ പട്ടാളം എന്ന നിലക്ക് തിരൂരിലെ ഒരു നമുക്കൊക്കെ വലിയൊരു മാതൃകയാണ് അദ്ദേഹം. തൻ്റെ മനസ്സിൽ ആവാഹിച്ച എല്ലാ കലകളെയും തൻ്റെ സ്വന്തം പതിപ്പിലൂടെ തന്നെ സമൂഹത്തിന് പങ്കുവെക്കുന്നതിൽ അദ്ദേഹം വഹിക്കുന്ന ഒരു വല്ലാത്ത പ്രവർത്തനം നമുക്കൊക്കെ വലിയ പ്രചോദനമാണ്. ഒരാൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ വേണ്ടാന്ന് നോക്കാം. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാവില്ല, ഒരു ചെറിയ പ്രസിദ്ധീകരണങ്ങൾ നടത്തുന്നവരൊഴികെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഒറ്റയാൾ പട്ടാളമായിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം നടത്തുന്നുണ്ടാവില്ല. അദ്ദേഹത്തിന് ഒരു പ്രതിബദ്ധതയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ അദ്ദേഹത്തിന് ആവോളം പ്രശംസയും ആവോളം പിന്തുണയും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശാരീരിക അവശതകൾ അവഗണിച്ച അതിജീവനത്തിന് വേണ്ടി സാമൂഹ്യ സാംസ്കാരിക കലാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാറയിൽ ഫസലു തിരൂരിന് മാതൃകയാണെന്ന് ബഷീർ പുത്തൻ വീട്ടിൽ അഭിപ്രായപ്പെട്ടു. ഒരു കാലത്ത് വളരെ ഊർജ്ജസ്വലതയോടെ ഓടിപ്പാടി നടന്നിരുന്ന ഫസലുവിനുണ്ടായ ഒരു അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിനിപ്പം 3 വടിയുടെ സഹായത്തോടെ നടക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിലും ഈ സാഹിത്യത്തോടും അദ്ദേഹത്തിൻ്റെ ചിത്രരചനാ കഴിവോട്ടുമുള്ള താല്പര്യവും അതിലുപരി ഒരു ഉപജീവന മാർഗവുമായിട്ടാണ് ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ ഇടയ്ക്കിടെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് മാസങ്ങളുടെ പരിശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഏകദേശം ഒരു 3 മാസം, ഇപ്പോൾ ഈ ഒരു മഴവില്ലിൻ്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ 3 മാസം മുൻപ് തന്നെ അതിനുള്ള തുടക്കം കുറിച്ചിരുന്നു. എന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് പരസ്യങ്ങൾ വാങ്ങുകയും പല പ്രാവശ്യം ആ പരസ്യക്കാരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയും ചെയ്തിട്ടാണ് ഇതിലേക്ക് വേണ്ടുന്ന പരസ്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് പരസ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഇത്തരം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുമ്പോഴും അത് നഷ്ടത്തിൽ കലാശിക്കുന്നില്ല. എന്നാലോ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിന്
വേണ്ടതായ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു ലാഭം അതിന് ലഭിക്കുന്നുമില്ല. എങ്കിലും ഇത് ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിലൊക്കെയാണ് ഈ പ്രസിദ്ധീകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാറയിൽ ഫസലുവിന് തിരൂരിലെ ആഭാലവൃദ്ധ ജനങ്ങളെ പിന്തുണ നൽകണമെന്ന് പി അബ്ദുറഹ്മാൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഹമീദ് കൈനിക്കര, KPO റഹ്മത്തുള്ള, പാറയിൽ ഫസലു തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലാരി കുളമ്പിൽപ്പാറ യൂണിറ്റി ക്ലബ്ബ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ MC കുഞ്ഞിപ്പ ടൂർണമെന്റ് കിക്ക് ഓഫ് ചെയ്തു. ക്ലാരി കുളമ്പിൽപ്പാറ യൂണിറ്റി ക്ലബ്ബ് അണ്ടർ-20 സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകനും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറിയുമായ MC കുഞ്ഞിപ്പ ടൂർണമെന്റ് കിക്ക് ഓഫ് ചെയ്തു. കളിയിൽ സൂപ്പർ ഫ്രണ്ട്സ് ക്ലാരി സൗത്ത് ജേതാക്കളായി. യുണൈറ്റഡ് ഫ്രണ്ട്സ് കുറ്റിപ്പാല റണ്ണേഴ്സ് അപ്പ് നേടി. പെരുമണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ, വൈസ് പ്രസിഡന്റ് ജസ്ന ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ കളത്തിങ്കൽ മുസ്തഫ, പരുത്തിക്കുന്നൻ സെയ്തുപ്പ, അബ്ദുൽ അസീസ് പണ്ടാരിസ്, സൽമാൻ മെട്രോ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. യൂണിറ്റി ക്ലബ് പ്രസിഡന്റ് M അബ്ദുൽ സലാം, CK കരീമുത്തു, TK മുഹമ്മദ് ഹാരിസ്, P ശ്രീരാഗ്, TK നിസാം, K യാസീൻ മുക്താർ, അഷ്റഫ് മുണ്ടശ്ശേരി, ശിവപ്രസാദ് ക്ലാരി, TK റമീസ് അഹമ്മദ്, PP ഹൈദർ എന്നിവർ നേതൃത്വം നൽകി. തലപ്പള്ളിപ്പാടം മായാബസാർ ചാരിറ്റി റമദാൻ കിറ്റ് വിതരണം ചെയ്തു. 2019 മുതൽ തിരൂരിൽ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മായാബസാർ ചാരിറ്റി 100ഓളം കുടുംബങ്ങൾക്കാണ് 17 ഇനങ്ങളടങ്ങുന്ന കിറ്റ് വിതരണം ചെയ്തത്. P മുഹമ്മദ് റിയാസ്, അൻവർ, ഷഹൽ, സ്വാലി, P സലാം, മുനീർ, ഷാഫി, സെബിൻ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. അപകടാവസ്ഥയിലുള്ള ചിത്രസാഗർ തിയേറ്ററിന്റെ കെട്ടിടഭാഗം പ്രതിഷേധങ്ങൾക്കൊടുവിൽ പൊളിച്ചു നീക്കി. കെട്ടിടഭാഗത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി TCV ന്യൂസ് നേരത്തെ വാർത്ത നൽകിയിരുന്നു. പയ്യനങ്ങാടി റോഡിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന ചിത്രസാഗർ തിയേറ്ററിന്റെ കെട്ടിടഭാഗം യാത്രക്കാരുടെയും സന്നദ്ധ സംഘടനകളുടെയും ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പൊളിച്ചു നീക്കി. വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം നിർത്തിവെച്ച തിയേറ്റർ പൊളിച്ചു നീക്കുന്നതിനായി കരാറുകാരനെ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും റോഡിനോട് ചേർന്നുള്ള കെട്ടിടഭാഗം പൊളിച്ചു മാറ്റാതെ നിർത്തിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. വാർത്തയായതിനെ തുടർന്ന് സംഭവസ്ഥലം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ സന്ദർശിക്കുകയും എത്രയും വേഗം പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഏറെ തിരക്കേറിയ കോട്ടക്കൽ തിരൂർ റോഡിനോട് ചേർന്നാണ് തിയേറ്റർ സ്ഥിതി ചെയ്തിരുന്നത്. വീതി കൂടിയ വലിയ ഉയരത്തിലുള്ള കെട്ടിടഭാഗത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കെട്ടിടം പൊളിച്ചു നീക്കിയതിൽ ആശ്വാസത്തിലാണ് യാത്രക്കാർ. മലബാർ കർഷക വേദി 2020-21 വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലബാർ കർഷക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ തലങ്ങളിൽ പ്രവർത്തന മികവ് തെളിയിച്ചവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തത്. തോമസ് പിറവം, MS കോട്ടയിൽ, നുസൈബ തിരൂർ, ഇന്ദു ആലപ്പുഴ എന്നിവരെ മെമന്റോ നൽകി ആദരിച്ചു. തോമസ് പിറവത്തിന്റെ അവാർഡാണ്. നമസ്കാരം. നമ്മുടെ മലബാർ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ച നമ്മുടെ മൊയ്തീൻ ഷാ ഇവിടെ മൊയ്തീൻ ഷാ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേക നന്ദി പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ ഇവര് പറഞ്ഞ പോലെ പരിമിതികളുണ്ട്. ഇൻഷാ അല്ലാഹ് പരിമിതികളൊക്കെ മറികടന്ന് നമ്മുടെ കർഷകരെ വളർത്തുക എന്ന ലക്ഷ്യത്തിൽ എത്തിച്ച നമ്മുടെ മൊയ്തീൻ ഷാനെ സഹായിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാവും. നമ്മുടെ ബ്ലോക്കിന്റെ കർഷക അവാർഡ് കഴിച്ച ആളാണ്. ഹംസാക്കാരെ പോലത്തെ ഉന്നതന്മാരെ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായാൽ തന്നെ നമ്മളെ കർഷക പുതുതലമുറകൾക്ക് ഒരു വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഹംസക്ക വള്ളിക്കാഞ്ഞിരം, KP ഭാവ, ഹമീദ് തിരൂർ, KT മാനു തുടങ്ങിയവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി. തുടർന്ന് MS കോട്ടയിലിന്റെ മാവ് കൃഷി രീതിയെക്കുറിച്ചുള്ള ക്ലാസും നടന്നു. തച്ചോത്ത് ഹമീദ്, അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗ്രൂപ്പ് അഡ്മിൻ മൊയ്തീൻ ഷായുടെ മാജിക് ഷോയും അരങ്ങേറി. ഒരു പിക്ചറാണ് കാണുന്നത്. പ്രതീക്ഷ നിങ്ങളെ ഒരു ഫോട്ടോ പരിചയപ്പെട്ടിരിക്കുന്ന ഒരു വെള്ളരി പറവയെ പ്രത്യക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. താനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KP സബിത, മണി വൈരങ്കോട്, ഷാഫി വൈരത്തൂർ തുടങ്ങിയ ചടങ്ങിൽ പങ്കെടുത്തു. തിരൂർ നഴ്സിംഗ് ഹോമിൽ സൗജന്യ കാർഡിയോളജി ക്യാമ്പിന് തുടക്കമായി. തിങ്കളാഴ്ച നടന്ന ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു.
ആരോഗ്യ പരിരക്ഷാ രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള തിരൂർ നഴ്സിംഗ് ഹോമിൽ നിർദ്ധരായ രോഗികൾക്ക് സഹായവുമായി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ കാർഡിയോളജി ക്യാമ്പിന് തുടക്കമായി. തിരൂരിൽ ആദ്യമായാണ് കാർഡിയോളജി സേവനങ്ങൾക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത്. തിങ്കളാഴ്ച നടന്ന ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് വൈകിട്ട് 6 മണിക്കാണ് സമാപിച്ചത്. വിദഗ്ധ കാർഡിയോളജിസ്റ്റുകളായ ഡോക്ടർ ജനു ജെയിംസ് ചക്കോള, ഡോക്ടർ നിയാസ് കെ നസീർ എന്നിവരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമായി. അത്യാധുനിക സൗകര്യങ്ങളുള്ള കത്ലാബ്, എക്കോ, TMT കൂടാതെ ഇൻറ്റൻസീവ് കാർഡിയോ കെയർ യൂണിറ്റുകളും സജ്ജീകരിച്ചിരുന്നു. നിലവിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഹൃദയാഘാതങ്ങളെ നേരിടുവാൻ 24 മണിക്കൂറും കാർഡിയോളജിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ്. തിരൂർ ബിൽഡിംഗ് സൊല്യൂഷൻ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ റിംഗ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. പ്രമുഖ കമ്പനികളുടെ സ്റ്റീൽ ബാർ, സിമന്റ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായാണ് തിരൂർ ബിൽഡിംഗ് സൊല്യൂഷൻ പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റീലെക്സ് MD പഹലീഷ് കള്ളിയത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാബ, പഹലീഷ് കള്ളിയത്ത് എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കണക്കുകൾ വീണ്ടും വർദ്ധിച്ചു. 7515 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. 2959 പേർ രോഗമുക്തരായി. 24 മണിക്കൂറിനിടെ 73441 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.23 ഉയർന്നു. 20 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 4814 ജില്ലയിലും രോഗികൾ ദിനം പ്രതി വർദ്ധിക്കുന്നു. 633 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. 263 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 622 സംസ്ഥാനത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം ആഞ്ഞു വീശുകയാണ്. ദിനം പ്രതി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. 7515 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിൽ 1162, കോഴിക്കോട് 867, തൃശൂർ 690, മലപ്പുറം 633, കോട്ടയം 629, തിരുവനന്തപുരം 579, കണ്ണൂർ 503, ആലപ്പുഴ 456, കൊല്ലം 448, കാസർഗോഡ് 430, പാലക്കാട് 348, പത്തനംതിട്ട 312, ഇടുക്കി 259, വയനാട് 199 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 73441 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.23%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന ആർക്കും തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 20 മരണങ്ങൾ കൂടി സംസ്ഥാനത്ത് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 4814 36 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 2959 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ഇപ്പോൾ 1,82,589 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ജില്ലയിൽ 633 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. 597 പേർക്കാണ് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധയുണ്ടായത്. ഉറവിടമറിയാതെ 15 പേർക്കും ഒരു ആരോഗ്യ പ്രവർത്തകനും രോഗം ബാധിച്ചു. 263 പേർ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം രോഗമുക്തരായി ആശുപത്രി വിട്ടു. ഇവരുൾപ്പെടെ 1,24,126 പേരാണ് ഇതുവരെ ജില്ലയിൽ രോഗമുക്തി നേടിയത്. നിലവിൽ ജില്ലയിൽ 20,277 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. താനൂർ മൂലക്കൽ പരേതനായ എടോളിപ്പറമ്പിൽ കുട്ടൻ്റെ ഭാര്യ ചീര നിര്യാതയായി. 82 വയസ്സായിരുന്നു. ബാബു, രാജൻ, അശോകൻ, രമണി, സുരേഷ്, പ്രഭാകരൻ, ബേബി എന്നിവർ മക്കളാണ്. തിരൂരിലെ പഴയകാല ഡ്രൈവറും ബസ് ഉടമയുമായിരുന്ന മുത്തൂർ ചീനിക്കൽ ഷറഫുദ്ദീൻ എന്ന ഫാന്റാസ്റ്റിക് ബാവ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. 58 വയസ്സായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് തിരൂർ ഏഴൂർ റോഡിലെ ടാക്സി സ്റ്റാൻഡിൽ നിൽക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ഏഴൂർ റോഡിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. സുബൈദയാണ് ഭാര്യ. സജ്ന, ഷംനാദ്, സിയാദ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KT ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ജലീലിന്റെ രാജി ബന്ധു നിയമനം സംബന്ധിച്ച വിവാദം ആളിക്കത്തുന്നതിനിടെ രാജിക്കത്ത് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കൈമാറിയതായി ജലീൽ. ലോകായുക്ത വിധിക്കെതിരെ ജലീൽ സമർപ്പിച്ച ഹർജി അടുത്ത ദിവസം പരിഗണിക്കും. ജലീൽ വേട്ടയ്ക്ക് തൽക്കാലം ശമനമാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നതായി ജലീൽ. റമദാൻ വ്രതത്തിന് സമാരംഭം. വിശ്വാസികൾക്ക് ഇനി ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും രാപ്പകലുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വരവറിയിച്ച് വിഷു പടിവാതിൽക്കലെത്തി.
സ്പീക്കർ ആത്മഹത്യ ശ്രമിച്ചെന്ന വ്യാജവാർത്തയിൽ ക്രൈം നന്ദകുമാറിനെതിരെ മാനനഷ്ട കേസ്. പി ശ്രീരാമകൃഷ്ണൻ നോട്ടീസ് അയച്ചത് അഡ്വക്കേറ്റ് ടി കെ സുരേഷ് മുഖേന. ക്രൈം സ്റ്റോറിയിലൂടെയും ഓൺലൈൻ മാധ്യമത്തിലൂടെയുമാണ് അപവാദ പ്രചരണം നടത്തിയത്. അപകടാവസ്ഥയിലുള്ള ചിത്രസാഗർ തിയേറ്ററിന്റെ കെട്ടിടഭാഗം പ്രതിഷേധങ്ങൾക്കൊടുവിൽ പൊളിച്ചു നീക്കി. കെട്ടിടഭാഗത്തിന്റെ അപകടാവസ്ഥ TCV നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ദിനംപ്രതി കുതിച്ചുയരുന്ന കോവിഡ് കണക്കുകൾ. 7515 പുതിയ രോഗികൾ. 24 മണിക്കൂറിന്റെ പരിശോധിച്ചത് 73,441 സാമ്പിളുകൾ. 20 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ജില്ലയിൽ 633 പേർക്ക് പുതുതായി രോഗം. 263 പേർക്ക് രോഗമുക്തി. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.